Hello guys, resilience, confidence, patience. കേരള ക്രിക്കറ്റ് ടീം 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയുടെ നോക്കൌട്ട് സ്റ്റേജ് ആയിട്ടുള്ള ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ചെയ്തിരുന്ന കേരളത്തിലെ കാത്തിരുന്നത് മറ്റൊരു ഗ്രൂപ്പിലെ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് ഈ ഒരു ടൂർണമെന്റിലുടനീളം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീർ ടീമാണ്. ജമ്മു ആൻഡ് കാശ്മീരാണ് ആദ്യം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത്. 280 റൺസിന് ഫസ്റ്റ് ഇന്നിങ്സ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെത് അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ ബൗളേഴ്സിന് സാധിച്ചു എന്ന് പറയുന്നതാണ് ഈ മാച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കേരളത്തിന് വേണ്ടി MD നിതീഷ് 6 വിക്കറ്റ് സ്വന്തമാക്കി. ഹി വാസ് ദ പിക്ക് ഓഫ് ദ ബോളർ ഫോർ ദ ഡേ. ആദിത്യ സർവട്ടെ 2 വിക്കറ്റും സ്വന്തമാക്കിയിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളം ഏർലി സ്ട്രഗിൾസ് ആണ് നമ്മൾ കണ്ടത്. 137-ന് 7 എന്ന നിലയിലായിരുന്നു കേരളത്തിൻ്റെ സ്കോർ. ടോപ്പ് ഓർഡറിൽ ജലജ് സക്സേന മാത്രമാണ് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചത്. പിന്നീട് അങ്ങോട്ട് ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നമ്മളത് കണ്ടത്. ഒറ്റയ്ക്കൊരാൾ യുദ്ധം ജയിക്കുന്നു. സൽമാൻ നിസാർ എന്ന തലശ്ശേരിക്കാരൻ വാലറ്റത്തെ കൂട്ടുപിടിച്ച് MD നിതേഷിനെയും ബേസിൽ തമ്പീനെയും കൂട്ടുപിടിച്ച് കേരളത്തിൻ്റെ സ്കോർ കരകയറ്റുകയായിരുന്നു. രണ്ടാമത്തെ ദിവസം കളി അവസാനിക്കുമ്പോൾ 201-ന് 9 എന്ന നിലയിലുണ്ടായിരുന്ന കേരളത്തിന് മൂന്നാമത്തെ ദിവസത്തിലെ ഫസ്റ്റ് സെഷനിൽ ബേസിൽ തമ്പിയും സൽമാൻ നിസാറും ചേർന്ന് 281 എത്തിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടലിനും കാട്ടിയും 1 റൺസ് കൂടുതൽ കേരളത്തിന് ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് സ്വന്തമാക്കി തരാൻ സൽമാൻ നിസാറിന് സാധിച്ചു. എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിരുന്നു ബേസിൽ തമ്പി വിക്കറ്റ് കളയാതെ സൽമാൻ നിസാറിന് സപ്പോർട്ടായി ടീമിൻ്റെ കൂടെ തന്നെ നിന്നു. സൽമാൻ നിസാർ കിട്ടുന്ന ഓട്ട് ബോൾസ് എല്ലാം 6ഉം 4ഉം പരത്തി ടീമിന് വേണ്ട ക്രൂഷ്യൽ റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 281 റൺസ്, 1 റൺസിൻ്റെ ലീഡ്, ദ നിയറസ്റ്റ് ഓഫ് മാർജിൻ. രഞ്ജി ട്രോഫിയുടെ റൂള് അനുസരിച്ച് ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡ് വരുന്ന ടീമിന് 5 ദിവസം നീണ്ടു നിൽക്കുന്ന നോക്കൌട്ട് മാച്ചസിൽ റിസൾട്ട് വന്നില്ലെങ്കിൽ ദേ വിൽ ബി ഡിക്ലെയർ ആസ് ദ വിന്നർ. സോ ഓൾറെഡി നമുക്കൊരു ഹെവി അഡ്വാൻറ്റേജ് സൽമാൻ നിസാറിൻ്റെ നോട്ട് ഔട്ട് പ്രകടനമായിട്ടുള്ള 112 റൺസിലൂടെ കേരളത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് മിഡ് സ്റ്റേജിൽ കേരളം ഡ്രൈവിംഗ് സീറ്റിലെത്താനുള്ള മെയിൻ കാരണം. പക്ഷേ ഇത്രയും നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും സെക്കൻഡ് ഇന്നിങ്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ വാസ് എ ക്ലാസി നോക്ക്. 100 ഓവർ നേരിട്ട ജമ്മു ആൻഡ് കാശ്മീർ 399 റൺസിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുമ്പോൾ മാച്ച് അവർ ഡിക്ലെയർ ചെയ്യുന്നു. 100 ഓവർ കൊണ്ട് 399 റൺസ്. ദാറ്റ് ഷോസ് ദേ ഹങ്കർ ടു വിൻ ദ മാച്ച്. ദേ വർ ടു ഗുഡ് ഇൻ ദ ബാറ്റിംഗ്. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള PK ദോഗ്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 100 റൺസ് സ്കോർ ചെയ്തു. ഓൾ ഔട്ട് എ ടീം പെർഫോമൻസ് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ. നമ്മുടെ ബോളേഴ്സിന് റൺസ് വിട്ടുകൊടുക്കാതെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. എഗെയിൻ നിതീഷാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് 4 വിക്കറ്റ്സ് എടുത്തു. 2 ഇന്നിങ്സിലും കൂടിയിട്ട് എഗെയിൻ 10 വിക്കറ്റ്സ് ഹോള് സ്വന്തമാക്കാൻ MD നിതേഷിന് സാധിച്ചു. ദ ഫോർത്ത് ഇന്നിങ്സ്, അതായത് കേരളത്തിൻ്റെ സെക്കൻഡ് ഇന്നിങ്സിന് ഇറങ്ങുന്ന കേരളത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇതായിരുന്നു. 399 റൺസ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ച ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ബ്രില്യൻസ്. കേരളത്തിന് വേണ്ടത് 126 ഓവേഴ്സ് ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 126 റൺസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ ഓൾ ഔട്ട് ആവാതെ ബാറ്റ് ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്ത് സെമിയിലോട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു കേരളത്തിന് മുമ്പിലുണ്ടായിരുന്ന ടാസ്ക്. നാലാമത്തെ ദിവസത്തെ അവസാന സെഷനിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളത്തിൻ്റെ ഓപ്പണേഴ്സ് ആയിട്ടുള്ള അശ്വിൻ ചന്ദ്രനും അതുപോലെ തന്നെ രോഹൻ കുന്നുമേലും നല്ലൊരു തുടക്കം നൽകി. രോഹൻ കുന്നുമേൽ ക്വിക്ലി റൺസ് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അതർ സൈഡിൽ അക്ഷയ് ചന്ദ്രൻ കുറച്ചും കൂടി സ്റ്റാൻഡ് എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. രോഹൻ കുന്നുമലിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. പിന്നീട് തേർഡ് പൊസിഷനിൽ വരുന്ന ഷോൺ റോജറിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. 6 റൺസ് എടുത്ത് ഷോൺ റോജറും മടങ്ങുന്നു. പിന്നീട് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സച്ചിൻ ബേബിയും അക്ഷയ് ചന്ദ്രനും കൂടി 4ാമത്തെ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ കേരളം 100-ന് 2 എന്ന നിലയിൽ, അതായത് അവസാനത്തെ ദിവസം 5ാമത്തെ ദിവസത്തെ 90 ഓവറും കൂടി കേരളം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ 90 ഓവറിൽ കേരളത്തിന് ജയിക്കാൻ വേണ്ടത് 299 റൺസ്. അഥവാ കേരളം വിക്കറ്റ് നഷ്ടപ്പെടാതെ ബാക്കിയുള്ള 8 വിക്കറ്റും കൂടി നഷ്ടപ്പെടാതെ നിൽക്കുകയാണെങ്കിൽ കേരളത്തിന് സെമിയിലോട്ട് ക്വാളിഫൈ ചെയ്യാം എന്നുള്ളൊരു സിനാരിയോ. സോ ബട്ട് കേരളം വളരെ സെൻസിബിൾ ആയിട്ട് അത് ഡീൽ ചെയ്തു. ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ടെസ്റ്റ് മാച്ച് ഇസ് ട്രൂലി ഡെഡിക്കേറ്റഡ് ടു ദ കേരള ബാറ്റ്സ്മാൻ. ദേ ഷോഡ് resilience, confidence and patience to take Kerala home and cross the line and qualify for the semi-finals. 2 വിക്കറ്റ് നഷ്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അക്ഷയ് ചന്ദ്രനും സച്ചിൻ ബേബിയും അക്ഷയ് ചന്ദ്രനും സ്ലോലി സ്കോർ ബോർഡ് ടിക്ക് ചെയ്യുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇൻ ബിറ്റ്വീൻ 183 ബോൾസ് ഫേസ് ചെയ്ത് കേരളത്തിൻ്റെ ഒരു പില്ലറായി നിന്ന് ഓപ്പണറായി നിന്ന് കളിച്ചിരുന്ന അക്ഷയ് ചന്ദ്രനെ നഷ്ടപ്പെടുന്നു. പിന്നീട് ജലജ് സക്സേനയും സച്ചിൻ ബേബിയും കൂടിയിട്ട് എഗെയിൻ ഒരു
പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫസ്റ്റ് സെഷൻ അവസാനിക്കുന്നു. രണ്ടാമത്തെ സെഷനിലാണ് നമ്മുടെ കേരളത്തിൻ്റെ ബാറ്റ്സ്മാൻമാരുടെ കാലിടുന്നത്. രണ്ടാമത്തെ സെഷനിൽ സെറ്റ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സച്ചിൻ ബേബിയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. പിന്നീട് ജലജ് സക്സേനയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. അതുപോലെ നിത്യ സർവട്ടയുടെ വിക്കറ്റും നഷ്ടപ്പെടുന്നു. 186 എന്ന നിലയിലായി കേരളത്തിൻ്റെ ടീം. സോ ഓൾമോസ്റ്റ് ഇറ്റ്സ് നിയർ ദ ഡോർ ഫോർ ജമ്മു ആൻഡ് കാശ്മീർ ഫോർ ദ സെമി ഫൈനൽസ് എന്ന് പറയുന്ന നിലയിലെത്തുന്നു. അവിടെ ഗെയിൻ നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സിലെ ഹീറോ ആയിട്ടുള്ള സൽമാൻ നിസാറും അതുപോലെ തന്നെ മുഹമ്മദ് അസറുദ്ദീനും ചേർന്ന് ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് 115 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ്. ഓൾമോസ്റ്റ് 240 ഡെലിവറീസ് ദേ പ്ലേഡ്. കേരളത്തിനെ സമനിലയിൽ മാച്ച് അവസാനിക്കുന്നു. വിത്ത് ദ മിയറസ്റ്റ് ഓഫ് മാർജിൻ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് 1 റൺസിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡിൽ കേരളം സെമി ഫൈനൽസിലോട്ട് ക്വാളിഫൈ ചെയ്യുന്നു. ഗ്രേറ്റ് എഫേർട്സ് ഫ്രം ദ ബോയ്സ്. കേരളം ഈ ചരിത്രത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം മാത്രമാണ് കേരളം സെമി ഫൈനൽസിലോട്ട് ക്വാളിഫൈ ചെയ്യുന്നത്. സെമി ഫൈനൽസ് ഫെബ്രുവരി 17 ഗുജറാത്തിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. ദ ടീം ഡിസേർവ്സ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. മികച്ച പ്രകടനം. ടീമിലെ എല്ലാ പ്ലേയേഴ്സും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു. ബോളേഴ്സ് ആയാലും ബാറ്റ്സ്മാൻമാരായാലും ഈവൻ ഫീൽഡേഴ്സ് ആണെങ്കിൽ പോലും. വി ആർ ക്വാളിഫൈഡ് ബിക്കോസ് ഓഫ് ദ മിയറസ്റ്റ് ഓഫ് മാർജിൻ. ഫസ്റ്റ് ഇന്നിങ്സിലെ 1 റൺസിൻ്റെ ലീഡ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദി പെർഫോമൻസ്. എടുത്തു പറയേണ്ട പേരുകൾ: സൽമാൻ നിസാർ ആദ്യത്തെ ഇന്നിങ്സിലെ 112 റൺസ് ടീമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഡിസൈഡ് ചെയ്ത പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലും 40 ഓഡ് റൺസ് വിത്ത് 120 ബോൾസ്, 162 ബോൾസ് എക്സാക്ട്ലി. അതുപോലെ തന്നെ അസറുദ്ദീൻ്റെ പെർഫോമൻസ്, സച്ചിൻ ബേബി 162 ബോളുകൾ ടീമിന് വേണ്ടി കളിച്ചു. അക്ഷയ് ചന്ദ്രൻ 183 ബോളുകൾ ടീമിന് വേണ്ടി കളിച്ചു. The time, like test cricket is not about winning. Test cricket is not about scoring as much of runs you can. Test cricket is all about spending most of the time in the crease. ആ ഒരു കമ്പോഷ്യർ, ആ ഒരു പേഷ്യൻസ്, ആ റെസിലിയൻസ്, അത് നമ്മളുടെ കേരള ടീം ദറ്റ് ഷോഡ് ആസ് എ പ്രൊഫഷണൽസ് ദേ ആർ. ഇന്ത്യയിലെ ടോപ്പ് 4 ടീമുകളുടെ രീതിയിലോട്ട് കേരള ടീം എത്തിയിരിക്കുകയാണ്. ടീമിൻ്റെ സെമി ഫൈനൽ 17 ഗുജറാത്ത് ആയിട്ടാണ്. സോ വിഷിംഗ് ദം ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബ്രിങ് ഹോം ഗ്ലോറി. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.